ഹരേ കൃഷ്ണ. ഹനുമാൻ രാക്ഷസന്മാരെ വധിക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. രാവണൻ ജംബുമാലിയോട് പറഞ്ഞു, കുറച്ച് അനുചരന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് അവനെ ബന്ധിച്ച് നമ്മുടെ മുൻപിൽ കൊണ്ടുവരിക. അടിയൻ ഇപ്പോൾ തന്നെ ആ കുരങ്ങനെ പിടിച്ചു കെട്ടി അങ്ങയുടെ മുൻപിൽ ഹാജരാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജംബുമാലി ഒരു വൻപിച്ച സേനയോടൊപ്പം അശോകവനത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യത്തെ ആക്രമണം കഴിഞ്ഞ് ഹനുമാൻ ഉന്നതമായൊരു കോട്ടയുടെ മുകളിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ജംബുമാലിയുടെ വരവ്. അത് കണ്ട് ഹനുമാൻ പരിഹസിച്ചു. ജംബുമാലി ക്രുദ്ധനായി ഹനുമാന്റെ നേർക്ക് അസ്ത്രങ്ങൾ തുരുതുരെ എയ്തു വിട്ടു. ഹനുമാൻ ഒരു ഹുങ്കാരത്തോട് ജംബുമാലിയുടെ മുൻപിൽ ചാടി വീണു. ഭയങ്കരമായൊരു യുദ്ധം തന്നെ അവിടെ നടന്നു. ഹനുമാന്റെ നേർക്ക് പ്രയോഗിച്ച അസ്ത്രം വിഫലമാകുന്നത് കണ്ടപ്പോൾ ജംബുമാലി ക്ഷുഭിതനായി. പിന്നീട് രാക്ഷസൻ കൂർത്ത ശൂലങ്ങൾ ആഞ്ജനേയന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. ഹനുമാനുണ്ടോ വിടുന്നു? അവയെല്ലാം പിടിച്ചെടുത്ത് കാൽമുട്ടിൽ വെച്ച് ഒടിച്ചെറിഞ്ഞു. ജംബുമാലി ഹനുമാനെ ബന്ധിക്കുവാനായി വട്ടം കൂട്ടി. ഹനുമാൻ വർദ്ധിച്ച കോപത്തോട് രഥത്തിലിരുന്ന ജംബുമാലിയെ പൊക്കിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. ആ രാക്ഷസൻ ആകാശത്ത് കരണം മറിഞ്ഞു. മൂക്കോട് നിലത്തു വന്ന് വീണു. എന്നിട്ടും അവൻ വീറോട് ആഞ്ജനേയനോട് പൊരുതി. സഹികെട്ട മാരുതി അവൻ്റെ കാലുകളിൽ പിടിച്ചെടുത്ത് ആകാശത്തേക്ക് ചുഴറ്റി നിലത്തടിച്ചു. അതോടെ അവൻ്റെ കഥ കഴിഞ്ഞു. ജംബുമാലിയുടെ മരണവാർത്ത രാവണനെ കൂടുതൽ കുപിതനാക്കി. ഉടനെ രാവണൻ ഏതാനും മന്ത്രിമാരുടെ പുത്രന്മാരെ നിയോഗിച്ചയച്ചു. ഇത്തവണ ഹനുമാൻ ആരെയും ബാക്കി വെച്ചില്ല. മന്ത്രികുമാരന്മാരടക്കമുള്ള പടയാളികളെല്ലാം കാലപുരി പൂകിയതറിഞ്ഞു ലങ്കയിലാകെ ബഹളമായി. രാവണന് ഇരുപുറച്ചില്ല. അയാൾ പലതും പുലമ്പിക്കൊണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടന്നു. കൊല്ലപ്പെട്ടത് വെറും സേനാനികളല്ല, തൻ്റെ സൈന്യങ്ങളിൽ പരാക്രമം കൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ മുൻപന്തിയിലായിരുന്ന ജംബുമാലി. അവൻ കൊല്ലപ്പെട്ടു. പിന്നെ താൻ അയച്ച മന്ത്രികുമാരന്മാരും വധിക്കപ്പെട്ടു. എങ്ങു നിന്നോ വന്ന ഒരു വാനരന്റെ പ്രഹരമേറ്റാണ് മരിച്ചിരിക്കുന്നത്. അതിനാൽ ആ വാനരൻ നിസ്സാരനല്ല. എന്തെങ്കിലും പോംവഴി കണ്ടേ തീരൂ എന്ന് ചിന്തിച്ചുകൊണ്ട് രാവണൻ അനന്തര നടപടികൾക്കായി മന്ത്രിമാരുമായി കൂടിയാലോചിച്ചു. സമർത്ഥരായ 5 സേനാധിപന്മാരെ തിരഞ്ഞെടുത്തു. അവരുടെ പേരാണ് വിരൂപാക്ഷൻ, യൂപാക്ഷൻ, ദുർദർശൻ, പ്രക്സൻ, ഭാസ്കരണൻ എന്നീ 5 രാക്ഷസ സേനാനായകന്മാരെയും അസംഖ്യം സേനകളെയും വാനരനെ ബന്ധിച്ചു കൊണ്ടുവരുവാനായി രാവണൻ